അവതാർ 2 വേഴ്സസ് ഡ്യൂൺ 2 ഇതൊരു നോർമൽ കമ്പാരിസൺ അല്ല. ജസ്റ്റ് വെറുതെ ഒന്നിനെ താഴ്ത്തി കെട്ടി ഒന്നിനെ പൊക്കിയടിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല അത് നമ്മൾ ചെയ്യുന്നത്. ഡ്യൂൺ കണ്ടു കഴിഞ്ഞപ്പോൾ അവതാറിനൊക്കെ കിട്ടിയ അല്ലെങ്കിൽ ഇപ്പോൾ ഈ റീസെൻ്റ്ലി കിട്ടിയ ഓപ്പൺഹൈമറൊക്കെ കിട്ടിയ അത്രയും പോലും റിസപ്ഷൻ നമ്മുടെ നാട്ടിൽ ഈ ചിത്രത്തിന് കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നി. സോ അതുകൊണ്ട് എത്രത്തോളം മികച്ചതാണ് ഈ സിനിമ കമ്പയർ ടു മറ്റ് സിനിമകൾ വെച്ച് നോക്കുമ്പോൾ എന്നത് മാത്രമാണ്. അല്ലാണ്ട് ഇത് അതിനേക്കാൾ മികച്ചതാണ് അല്ലെങ്കിൽ അവതാറിനേക്കാൾ മികച്ചതാണ് എന്നൊന്നും ഞാൻ പറയാൻ ആദ്യം തന്നെ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇനീഷ്യലി തന്നെ പറയാം. സോ അവതാർ 2 ഡ്യൂൺ 2 രണ്ടിനും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്ന് പറയാം. ഒരുപാട് സിമിലാരിറ്റീസ് വരാൻ കാരണം ഇത് രണ്ടും സൈഫൈ ചിത്രങ്ങളാണ്, രണ്ടും എപ്പിക് സൈഫൈ ചിത്രങ്ങളാണ്, രണ്ടും സീക്വലുകളാണ്, രണ്ടും ഒരു സെപ്പറേറ്റ് ഡിസ്റ്റൻറ്റ് പ്ലാനറ്റിൽ നടക്കുന്ന ഒരു എപ്പിക് വാർ അല്ലെങ്കിൽ സാഗയുടെ ഒരു ഭാഗമായിട്ടുള്ളൊരു സിനിമയാണ്. ഇപ്പോൾ അവതാറിലാണെങ്കിൽ പണ്ടാറോ എന്ന് പറഞ്ഞൊരു ഗ്രഹം, സോ ആ ഒരു ഗ്രഹത്തിൽ താമസിക്കുന്ന നാവീസ്, സോ അവരുടെ കയ്യിലുള്ള ഒരു സ്പെഷ്യൽ റിസോഴ്സ് അത് ബാക്കിയുള്ള ഹ്യൂമൻസിനൊക്കെ വേണം. ഒരു ഫ്യൂച്ചറിസ്റ്റിക് വേൾഡിൽ നടക്കുന്ന കഥ ഇതേ സാധനം പോലെ തന്നെയാണ് നമുക്ക് ഡ്യൂണിൽ ഫീൽ ചെയ്യുക. സോ ഇതേപോലത്തെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് വേൾഡ്. സോ അവിടെ അറാക്കിസ് എന്ന് പറഞ്ഞൊരു പ്ലാനറ്റ്, അവരുടെ കയ്യിൽ ഇതുപോലെ ഇവരുടെ സ്പൈസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം വസ്തുണ്ട്. അത് അല്ലെങ്കിൽ അവിടുത്തെ നേറ്റീവ് പീപ്പിൾസായ ഫ്രിമൻ എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർ, സോ അവരുടെ കയ്യിൽ നിന്ന് അതെങ്ങനെ ബാക്കിയുള്ളവർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ നോക്കുന്നു, അതിനിടയിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റുകൾ. സോ സ്റ്റോറി ബോർഡ് വൈസ് രണ്ടും ഏകദേശമൊക്കെ സിമിലർ ആണെന്ന് പറയും. കാരണം ഇത് പണ്ട് എഴുതിയൊരു നോവലാണ്, അറൗണ്ട് 60s എഴുതിയൊരു നോവലാണ്. അതിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്നും ഇൻസ്പയർ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട്. സോ ഈവൻ സ്റ്റാർ വാർസ് മുതലുള്ള ബാക്കിയുള്ള ഒട്ടുമിക്ക എല്ലാ സൈഫൈ ചിത്രങ്ങളുടെയും ഒരു ബേസ് എന്ന് പറയാൻ പറ്റുന്ന ഒന്നായിരുന്നു ഫ്രാങ്ക് ഹെർബർട്ടിൻ്റെ ഡ്യൂൺ എന്ന് പറഞ്ഞ നോവൽ. സോ കഥയിൽ സിമിലാരിറ്റി ഉണ്ട്, അത് ഇത് കോപ്പി അടിച്ചാണ് എന്നൊന്നല്ല ഞാൻ പറഞ്ഞത്. ഈ അവതാറിലെ അതേപോലെ തന്നെയുള്ള എപ്പിക് സിസ്റ്റം അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്തൊരു കഥ തന്നെയാണ് ഡ്യൂണിലും. ദെൻ അതിൻ്റെ അത്രയും തന്നെ വിഷ്വൽ ക്വാളിറ്റി ഉള്ള, അത്രയും തന്നെ മേക്കിങ്ങിൽ മികവുള്ള, അത്രയും തന്നെ എല്ലാം തികഞ്ഞൊരു മൂവിയാണ് ഈ ഡ്യൂൺ എന്ന് പറയാം. പക്ഷേ കമ്പാരിറ്റീവ്ലി ആൾക്കാർക്ക് ഇതിനുള്ള ഇമ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ആൾക്കാരുടെ എണ്ണമൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ അവതാർ 2 വരുന്നുണ്ടെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ സിനിമ കാണാത്തവർ പോലും അവതാർ 2 കാണാനായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷേ ഡ്യൂണിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഓക്കെ, സാധാരണ വേറൊരു ഹോളിവുഡ് ചിത്രം അല്ലെങ്കിൽ ഏതൊരു ഇംഗ്ലീഷ് പടം വന്ന് ഇറങ്ങി പോകണം എന്നുള്ളൊരു ഫീലാണ്. ഡ്യൂൺ കണ്ടവരും കുറവാണ്. ഇനി ഈവൻ ഡ്യൂൺ 1 കണ്ടവരടക്കം സെക്കൻഡ് പാർട്ടിന് എക്സൈറ്റഡ് അല്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ അവതാർ 1 and 2 നമ്മൾ കണ്ടിട്ടുണ്ട്. സോ 1 കണ്ട പോലെ അല്ല 2 ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇഷ്ടപ്പെട്ടവരുണ്ട്. അങ്ങനത്തെ ആ കമ്പാരിസൺസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഡ്യൂണിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഫസ്റ്റ് പാർട്ട് ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് ഇഷ്ടമാവും. ആക്ച്വലി ഫസ്റ്റ് പാർട്ടിനെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുകയാണ് സെക്കൻഡ് പാർട്ട്. ആ ഒരു വേൾഡ് ബിൽഡിങ്ങിൻ്റെ പ്രോപ്പർ എസ്റ്റാബ്ലിഷ്മെൻറ്റും കഥയിലെ കുറച്ചും കൂടി നറേറ്റീവ് പാറ്റേണിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഇതിലാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. സോ ഫസ്റ്റ് പാർട്ട് ഭയങ്കര സ്ലോ ആയിരുന്നു, മെല്ലെ പോക്കാണ്, അതിൽ വിഷ്വൽ ട്രീറ്റ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് കഥയിലൊന്നുമില്ല. വളരെ ലൈമനായിട്ടുള്ള സ്റ്റോറി ലൈൻ എന്നൊക്കെ പറയുമ്പോഴും ശരിയാണ്, അങ്ങനെ തന്നെയാണ് മേക്ക് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് പാർട്ടിലാണ് കുറേയും കൂടി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള സ്റ്റോറി ലൈനും ആ ഒരു വേൾഡിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ഇമ്മേഴ്സ് ആയിട്ട് ഇറങ്ങി ചെല്ലാനുള്ള ടൈമൊക്കെ കൊടുക്കുന്നത്. സോ ആൻഡ് ആസ് എ സീക്വൽ രണ്ടും കൂടി നോക്കുമ്പോൾ ഈ അവതാർ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ വേ ഓഫ് വാട്ടർ എടുത്തിട്ടുള്ളത് 12 വർഷം വെച്ചിട്ടാണ് ഇതെടുത്തിട്ടുള്ളത് 2 കൊല്ലം കൊണ്ട്. സോ അവിടെ തന്നെ ഒരു വലിയ വ്യത്യാസം എനിക്ക് തോന്നി. ഇപ്പോൾ ക്യാമറോൺ വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഇദ്ദേഹം ഈ അവതാർ എന്ന ഒരു ഫ്രാഞ്ചൈസിൽ തന്നെ മുഴുകിയിരിക്കുകയാണ്. വേറെ എങ്ങോട്ടും ഇനിയിപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും പോകും നമുക്ക് തോന്നുന്നില്ല. 5-6 പടങ്ങളും മുമ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ഈവൻ ഇപ്പോൾ ഇനി തേർഡ് പാർട്ട് തന്നെ വരാൻ അറൗണ്ട് ഒരു 2030 ആവുന്നതാണ് പ്രിഡിക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ബുക്ക് മീഷോയിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ചിലപ്പോൾ അടുത്ത കൊല്ലം നിങ്ങൾക്ക് പറഞ്ഞ ഡേറ്റ് കിടക്കുന്നുണ്ടാവും. അതൊന്നും ഈ അടുത്തൊന്നും നടക്കാൻ പോകുന്നില്ല. സോ അതിന് കഷ്ടപ്പാടുണ്ട്, ഇല്ല എന്നല്ല, 2 സിനിമയിലും കഷ്ടപ്പാടുണ്ട്. പക്ഷേ ഒരു ലിമിറ്റഡ് ടൈമും ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരു എപ്പിക് സാധനം ഉണ്ടാക്കാൻ പറ്റി ഡെന്നിസ് വില്ലിയമിനൊക്കെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ അതുകൊണ്ട് നോക്കുമ്പോൾ ഈ ഒരു പക്ഷേ അവതാറിൻ്റെ 3rd or 4th ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഡ്യൂൺ എന്ന ഒരു ഫ്രാഞ്ചൈസ് തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഡെന്നിസ് വില്ലിയമിന് അടുത്ത വേറെ വല്ല ഫ്രാഞ്ചൈസുകൾക്കോ അടുത്ത സിനിമകൾക്കൊക്കെ പോയിട്ടുണ്ടാവും. ഈവൻ ഇദ്ദേഹത്തിന് അടുത്ത സിനിമേനെ ഇപ്പോൾ ഡ്യൂൺ മിസ്സായി. ഇതിൻ്റെ തന്നെ അടുത്ത പാട്ടായ ചിത്രം വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ളതൊക്കെ സ്റ്റാൻഡ് അലോൺ ചിത്രങ്ങളാണ് അല്ലെങ്കിൽ വേറെ സൈഫൈ ചിത്രങ്ങളാണ്. സോ ഇത്തരത്തിൽ ഒരു ആസ് എ ഡയറക്ടർ നമ്മളൊരു സാധനത്തിൽ മാത്രം സ്റ്റിക്ക് ചെയ്ത് നിൽക്കാതെ അപ്പോൾ അതിനുവേണ്ടി അത് അടിപൊളിയാണ്. പക്ഷേ അങ്ങേരുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ക്യാമറോണിൻ്റെ കയ്യിൽ നിന്നും മറ്റൊരു നല്ല ടെർമിനേറ്റർ ചിത്രം കാണണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഇപ്പോൾ സ്പിൽബർഗിനൊക്കെ കാര്യം എടുത്താൽ മൂപ്പരിങ്ങനെ എല്ലാ ടെറൈനും എല്ലാ ജോണേഴ്സും ഇങ്ങനെ ടച്ച് ചെയ്ത് പോകും. ചില ഡയറക്ടേഴ്സിന് അവർക്ക് ഇഷ്ടപ്പെട്ടൊരു ജോണറുണ്ട്, അവിടെ മാത്രം നിൽക്കാറുള്ളൂ. ഇപ്പോൾ ക്യാമറോണിൻ്റെ കാര്യത്തിൽ സൈഫൈ മാത്രം എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ടൈറ്റാനിക്കൊക്കെ മൂപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡയറക്ടറുടെ കയ്യിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവതാർ എന്ന ഒരു ഫ്രാഞ്ചൈസിൽ മുങ്ങി സ്റ്റക്കായിട്ട് മൂപ്പര് വേറൊന്നും ചെയ്യില്ല എന്ന് നമുക്ക് കാണാം. പക്ഷേ ഡ്യൂണിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഡ്യൂൺ കഴിഞ്ഞാൽ ആ ഒരു ഫ്രാഞ്ചൈസിൽ വിട്ടിട്ട് അദ്ദേഹം വേറെ സാധനം എടുക്കും എന്നുള്ളത് ഓൾറെഡി അദ്ദേഹത്തിൻ്റെ ഫിൽമോഗ്രഫി നോക്കിയാൽ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത ചാർട്ടിങ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷേ കമ്പയർ ടു ഡയറക്ടേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും സിനിമ പോലെ തന്നെ
ഇപ്പം അവതാറിന് കിട്ടിയ റിസപ്ഷൻ ഡ്യൂണിൽ കിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അറൗണ്ട് ഒരു 100-1 പോലും ഈ ജെയിംസ് കാമറോണിന് അറിയുന്ന പോലെ ഡെന്നിസ് വില്ലിയമിന് ആൾക്കാർക്ക് അറിയില്ല. ഇദ്ദേഹം ചെയ്ത അതേപോലെ തന്നെ കിടിലൻ വർക്കുകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. സൈഫൈ എന്നത് മാത്രമല്ല മറ്റൊരുപാട് ജോണേഴ്സ് ടച്ച് ചെയ്ത് പോകുന്ന ഒരുപാട് നല്ല സിനിമകൾ പുറത്തിറക്കിയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രഫി അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്തതാണ്. ഈസ് എ വെൽ ക്രാഫ്റ്റ്മാൻ എന്ന് പറയാം. കിടിലനായി, നമ്മളിത് കിടിലെന്നല്ല, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ സാധനങ്ങൾ അദ്ദേഹത്തിൻ്റെ തലയിലുണ്ട്. അത് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്യാം. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിലിമോഗ്രഫിയിലുള്ള ഒട്ടുമിക്ക എല്ലാ സിനിമകളും അടിപൊളിയാണ്. പക്ഷെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ കമ്പയർ ടു ക്യാമറോണ് വിരലുണ്ടാവുന്ന ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ് വെലിനോയുടെ ചിത്രങ്ങളും. പക്ഷെ ആ ഡയറക്ടർക്ക് കിട്ടുന്ന റിസപ്ഷനും ഇവിടെ നമ്മുടെ നാട്ടിൽ കുറവാണ്. പുറത്തില്ല എന്നല്ല. ഞാൻ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ചലഞ്ചിങ് ആണ് ഡ്യൂൺ എന്നെനിക്ക് തോന്നി. കാരണം ഇപ്പോൾ അവതാർ ചലഞ്ച് ഇല്ല എന്നല്ല, നമ്മൾ ഇതുവരെ കാണാത്തൊരു സ്പെഷ്യൽ ന്യൂ വേൾഡ് തന്നെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. അവിടെ ഒരു ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തു. അവിടുത്തെ എല്ലാം, ഈവൻ പുൽച്ചെടി മുതലുള്ള എല്ലാം മൂപ്പര് ക്രിയേറ്റ് ചെയ്തതാണ്. ഡ്യൂണിൻ്റെ കാര്യത്തിൽ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടെറൈൻ, പിന്നെ വേറൊന്ന് അതിന് നമുക്ക് റെഫറൻസ് ഒന്നും പറയാനില്ല, ആരും വന്ന് കുറ്റം പറയാനില്ല. എന്താണോ ക്യാമറ കാണിക്കുന്നത് അത് കണ്ടു നമ്മൾ പോയി, അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയുടെ വേൾഡ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ദിസ് ഈസ് എൻ അഡാപ്റ്റേഷൻ. സോ ഫ്രാങ്ക് ഹെർബർട്ടിൻ്റെ ഒരു നോവലിൻ്റെ അഡാപ്റ്റേഷനാണ്. അറൗണ്ട് 60s 70s ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു ഈ ഡ്യൂൺ എന്ന നോവൽ. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വായിച്ചിട്ടുള്ള ഈ സാധനത്തിൻ്റെ അഡാപ്റ്റേഷൻ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഇത് ചെയ്തിട്ടുള്ളത്. കാരണം ഓൾറെഡി 84 സിനിമ വന്നിട്ടുണ്ട്, അത് പൊട്ടി പോലീസായി. ഡേവിഡ് ലിഞ്ച് സംവിധാനം ചെയ്ത ആ ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ ക്രെഡിറ്റ് പോലും അതിൽ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പിന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞത്. കാരണം അത്ര മോശം റിസപ്ഷനാണ് ആ സിനിമയ്ക്ക് കിട്ടിയത്. ഫാൻസൊക്കെ കഴുകി ഊത്തി എന്ന് പറയാം. ദെൻ അത് കഴിഞ്ഞ് അറൗണ്ട് 2000 ടൈമിൽ ഒരു മിനി സീരീസ് പുറത്ത് വന്നിട്ടുണ്ട്, ഫ്രാങ്ക് ഹെർബർട്ട്സ് ഡ്യൂൺ എന്ന് പറഞ്ഞ്. ദെൻ അത് കഴിഞ്ഞ് 2003 ചിൽഡ്രൻ ഓഫ് ഡ്യൂൺ എന്ന് പറഞ്ഞ് വേറൊരു സീരീസും കൂടി പുറത്ത് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് കണ്ടന്റ്സ് ഇതിനോടകം തന്നെ വന്നിട്ടുണ്ടെങ്കിലും വേണ്ടത്ര റിസപ്ഷൻ ഇതിന് കിട്ടിയിട്ടില്ല. ഒട്ടുമിക്ക ആൾക്കാർ അപ്പോഴൊക്കെ പറഞ്ഞ് നിർത്തിയത് ഈ സാധനം അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ബുക്ക് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. കാരണം പിക്ചറൈസേഷൻ ചെയ്യാൻ പറ്റാത്ത, വിഷ്വലൈസർ ചെയ്യാൻ പറ്റാത്ത അത്രയും കഷ്ടമാണ്. ഈ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അലജാൻഡർ ജോഡോസ്കിയുടെ ഡ്യൂൺ എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി ഉണ്ട്. അദ്ദേഹം എടുത്ത ഡോക്യുമെൻ്ററി എന്നല്ല, അദ്ദേഹം ഡ്യൂൺ എടുക്കാൻ ശ്രമിച്ച ശ്രമങ്ങളെ പറ്റിയിട്ടുള്ളൊരു ഡോക്യുമെൻ്ററി. അതൊന്ന് കണ്ടാൽ മനസ്സിലാവും എത്ര കഷ്ടമാണ് ഈ പടം എന്നുള്ളത്. കാരണം അദ്ദേഹം എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാനലുണ്ട്, ആ ഒരു ആർട്ടിസ്റ്റ് പാനൽ, അദ്ദേഹം വരച്ചു വെച്ചിട്ടുള്ള, പിക്ചറൈസേഷൻ ചെയ്തിട്ടുള്ള, സിനിമയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള കുറേ സാധനങ്ങളുടെ അറൗണ്ട് ഒരു 3000 പേജുകളൊക്കെ ഉള്ള കുറേ സാധനമുണ്ട്. സോ അതൊന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. ഒരു ചെറിയ ഡോക്യുമെൻ്ററിയാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണത്. സോ അത് കണ്ടാൽ മനസ്സിലാവും എന്താണ് ഡ്യൂൺ, എത്ര കഷ്ടമാണ് ഡ്യൂൺ എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന ഡെന്നിസ് വില്ലിയമിനും അഡാപ്റ്റേഷനെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ എത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹം മേക്ക് ചെയ്തിട്ടുള്ളത്. അത് കണ്ടാൽ നമുക്ക് കുറച്ചും കൂടി ഈ സിനിമയുടെ ബൂസ്റ്റിംഗ് കൂടുമെന്ന് പറയാം. കാരണം അദ്ദേഹം അത് പ്ലാൻ ചെയ്തത് അറൗണ്ട് ഒരു 14 മണിക്കൂറുള്ള വലിയ ഒരു ചിത്രമായിട്ടാണ്. ആ സാധനം നടക്കില്ല എന്ന് അറൗണ്ട് ആ ടൈമിൽ ഒരു 70s ഇതിൻ്റെ അഡാപ്റ്റേഷൻ അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ചത്. സോ ഈവൺ വലിയ ഡയറക്ടറാണ്, ഹോളി മൗണ്ടനും ബാക്കിയുള്ള ഇതുപോലത്തെ ഒരുപാട് ഗംഭീരം എന്നല്ല, ആ സമയത്തെ വലിയ സിനിമകൾ എടുത്തിട്ടുള്ള ഡയറക്ടറാണ്. പക്ഷെ അദ്ദേഹത്തിന് പോലും ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് ഡെന്നിസ് വില്ലിയമിന് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്, അതും ഈ ഒരു ടൈം പീരീഡിൽ. സോ ആദ്യത്തെ ഡ്യൂൺ വന്നു, അതും വളരെ ചലഞ്ചിങ് ആയിരുന്നു. അത് തിയേറ്ററിൽ റിലീസ് ചെയ്തില്ല, ആ ഒരു കോവിഡ് ടൈമിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ദെൻ സൈമിൾട്ടേനിയസ്ലി HBO Maxലൂടെയും തിയേറ്ററിലൂടെയൊക്കെ റിലീസ് ചെയ്തു. ലിമിറ്റഡ് തിയേറ്റർ റിലീസും ദെൻ HBO Maxലൂടെ റിലീസും. ആൻഡ് സെക്കൻഡ് ഇറക്കുമ്പോഴും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് എങ്ങനെ വർക്കാവും നോക്കട്ടെ, എന്നിട്ട് വേണമെങ്കിൽ തേർഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത്. സോ ഇത്തരത്തിൽ ഒരു ചലഞ്ച് ഓൾറെഡി മുമ്പിൽ സെറ്റ് ചെയ്തിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ വർക്ക് എടുത്ത് തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ 2001 ഫസ്റ്റ് ഡ്യൂൺ ഇറങ്ങിയതെങ്കിലും ഇവൻ 2 കൊല്ലം കൊണ്ട് അടുത്ത ഡ്യൂൺ ഇദ്ദേഹത്തിന് ഇറക്കാൻ പറ്റി. ഇപ്പോൾ അവതാറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, അറൗണ്ട് ഒരു 2009 ഇറങ്ങിയതിന് ശേഷം 2022 എന്നൊക്കെ പറയുമ്പോൾ അറൗണ്ട് ഒരു 10-12 കൊല്ലത്തെ വിൻഡോ ഉണ്ട്. സോ അത്രയും ടൈം കൊണ്ട് ഒരു പക്ഷേ ഇപ്പോൾ ഡെന്നിസ് വില്ലിയമിനെ ഒരു പക്ഷേ ഈ ഡ്യൂൺ ഫ്രാഞ്ചൈസ് തന്നെ കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയത്. കാരണം ഹീ സോ കോൺഫിഡൻറ്റ് അബൌട്ട് ഹിസ് വർക്ക്. സോ അത്ര ഗംഭീരമായിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ഈ ഡ്യൂൺ 2 എന്നും പറയാം. കമ്പയർഡ് ടു ഡ്യൂൺ 1 കുറച്ചും കൂടി അടിപൊളിയാണ് ഡ്യൂൺ 2 എന്ന് പറയാം. സോ സൈഫൈ എന്നൊരു ജോണറിൽ കിട്ടുന്ന 2 എപ്പിക്കുകളാണ്, അല്ലെങ്കിൽ എപ്പിക് ഫ്രാഞ്ചൈസ് തന്നെയാണ് ഇപ്പോൾ ഓൾറെഡി അവതാറും ഡ്യൂണും. പണ്ടൊക്കെ സ്റ്റാർ വാർസ് അങ്ങനെയായിരുന്നു, അതുപോലെ അല്ലെങ്കിൽ ഒരു കാലത്ത് എങ്ങനെയായിരുന്നു സ്റ്റാർ വാർസ് അതുപോലെ. സോ ഇപ്പോൾ നമുക്ക് കറൻ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജനറേഷനിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എപ്പിക് സൈഫൈ ഫ്രാഞ്ചൈസ് എന്ന് പറയാം അവതാറും ഡ്യൂണും. പക്ഷേ ഞാൻ ഈ പറഞ്ഞു വന്നത് അവതാറിന് കിട്ടിയ റിസപ്ഷൻ ഡ്യൂണിന് കിട്ടുന്നില്ല. നിങ്ങൾ അവതാർ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡ്യൂൺ 1 ഒന്ന് കണ്ടു വെക്കുക. അല്ലെങ്കിൽ ഡ്യൂൺ 1 കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡ്യൂൺ 2 കയറാം. സോ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ അവതാർ മികച്ചത്, ഡ്യൂൺ മികച്ചത് എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. അവതാർ ഇഷ്ടമാണെങ്കിൽ ഡ്യൂണും കാണുക, 2 അടിപൊളിയാണ്, 2 ഗംഭീരമാണ്. പക്ഷെ വേറെ ഒന്നും, ഇതൊക്കെ തിയേറ്ററിൽ നിന്ന് മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടില്ല. അവതാർ 1 ഇപ്പോൾ ഇതേപോലെ ഒരുപാട് പേര് തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്തിട്ടുണ്ടാവും.
സെക്കൻഡ് പാർട്ട് ഓക്കെ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ കാത്തിരുന്ന് ഐമാക്സിലൊക്കെ കാണണമെന്ന് പറഞ്ഞ് കാത്തിരുന്ന് കണ്ട സിനിമയായിരിക്കും അവതാർ 2 വേ ഓഫ് വാട്ടർ. ഇതേപോലെ തന്നെ ഡ്യൂൺ 1 നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടിയില്ല, അതേ അവസ്ഥ തന്നെയാണ് ഡ്യൂൺ 2. സോ അത്ര ഗംഭീര സാധനമാണ്, ഐമാക്സിൽ കാണേണ്ട സാധനമാണ്. സോ പരമാവധി തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക, OTT ഒന്നും വെയിറ്റ് ചെയ്യരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. സോ എന്താണ് ഈ കമ്പാരിസനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.